സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പാട്ട് പാടിയാലും മതി. അയ്യോ, അത് ഞാൻ പാട്ട് പാടാനുള്ള മടി കൊണ്ട് കഷ്ടപ്പെട്ട് 2 വാക്ക് മിണ്ടിയതാണെന്ന് തോന്നുന്നു. എന്തായാലും കണ്ണകിയുടെ ആലാപന മിക മധുരമൊഴുകും മന്മഥമാസം മധുരാക്ഷിണി മൃദുഭാഷിണി എൻ കൺമണി നീ കണ്ണകി മനസ്സിനുള്ളിൽ വീണ പോലെ നിറയുന്ന നിൻ സ്വരം. എന്നെ നോക്കിക്കണ്ട് ചെയ്യണം. ക്ഷമിക്കണം അമ്മ, നേരം പുലർന്നത് അറിഞ്ഞില്ല. ഞാൻ ഉടൻ തന്നെ പെരുമകൾ വന്നു കയറി ഉടൻ തന്നെ കണ്ണകിയെ ചട്ടം പഠിപ്പിക്കാൻ തുടങ്ങിയോ? എന്റെ മോള് ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവൾ എന്റെ മരുമകളല്ല, മകൾ തന്നെയാണ്. ഇപ്പോൾ ഈ വീട്ടിൽ നിങ്ങൾ 2 അധികപ്പറ്റി. ഓ, ഒരു മകളെ കിട്ടിയപ്പോൾ പെരുമകളും തലമുക്കി തുടങ്ങി. എന്റെ മകൾ മാധവിയുടെ അരങ്ങേറ്റം നിശ്ചയിച്ചു. ഓഹോ, ഈ ഗുരു നട്ടുവാങ്കൻ പരമശിവം അറിയാതെ എന്റെ പ്രിയ ശിഷ്യയുടെ അരങ്ങേറ്റം നിശ്ചയിക്കുകയോ? അത് നടക്കില്ല. ഗുരുശാപം കിട്ടും, ഗുരുശാപം. തിരിക്കടത്തോം ആ ശാപം ഞാനും എന്റെ മോളും അങ്ങ് സഹിച്ചു. മുട്ടലാങ്ക് തിരിക്കടത്തോ. കണ്ണയ്യ നമസ്കാരം. വേണ്ട, ഞാൻ പറയാം നമസ്കാരം. നമസ്കാരം. എന്നാൽ ലഡു തുടങ്ങിക്കോ. ഏത്? മറ്റേ അതില്ലേ, തകൃതം, അത്. ഓ, നൃത്തം. ആ, അത് തന്നെ, തുടങ്ങിക്കോ. എന്റെ കണ്ണയ്യ, ഈ തടിയും വെച്ചോണ്ട് വെറുതെ ഈ ദേവദാസി തെരുവിൽ തെക്കു വടക്ക് നടന്നിട്ട് എന്താ പ്രയോജനം? നല്ല ശാപ്പാട് കിട്ടും, പിന്നെ കാശ് കിട്ടും. കൊള്ളാം. മധുവിധുമായും മുമ്പേ കോവലൻ വീണ്ടും വ്യാപാരത്തിന് ഇറങ്ങിയല്ലോ. രാജകൽപ്പനയല്ലേ? ചീനികളുമായുള്ള പുതിയ ഉടമ്പടി നോക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നന്നായി, വ്യാപാരമാണ്. എല്ലാമേ വിത്തിട്ടേ. അതെന്താ, ഇന്ന് ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും ആഘോഷങ്ങളുണ്ടോ? ஐயோ ஐயா, உங்களுக்கு தெரியாதா? இன்னைக்கு சித்திர பௌர்ணமி தானே. இன்னைக்கு பூம்புக்கார் மன்னவன் முன்பாக ആട്ടക്കാരി മാധവി തന്നെ അരങ്ങേറ്റം ചെയ്യും. സംഗീത നൃത്ത നൃത്യാദികൾ അതിനാണല്ലോ. കൂട്ടത്തിൽ മാധവിയെ ഒന്ന് കാണാൻ ഒരു ദർശന സുഖം. നമ്മുടെ സാധനങ്ങൾ വെക്കുക. അതെ, നമുക്ക് അവരോട് ചോദിക്കാം നമ്മൾ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന്. എന്താണ് ചോദിക്കേണ്ടത്? നമ്മളെ വലിഞ്ഞു കയറി വന്നവരൊന്നുമല്ല. സ്വപ്നസുന്ദരി മാധവിയുടെ ഗുരുവും പക്കമേളക്കാരുമാണ്. അതെ, ഗുരു ഇവിടെ കിടന്ന് മേള ഉണ്ടാക്കിയ ഇതുകാരിലെ പ്രസിദ്ധ വാരനാരി ചിത്രാവതിയുടെ മകൾ മാധവി ഇന്ന് നമ്മുടെ സദസ്സിൽ അരങ്ങേറ്റം കുറിക്കുകയാണ്. മാധവിയുടെ അഴകിനെയും നൃത്തസംഗീതാദി വൈഭവങ്ങളെയും
പൊന്ന്, 10,008 പൊന്ന്. ഒരു യുവതിയുടെ കലാവൈഭവത്തെക്കാൾ അവരുടെ പദാലസമായ ശരീരമാണ് നിങ്ങളിൽ ഒട്ടുമുക്കാൽ പേരും ഇനി അവളായി ഇനി കോമല. ഓ എന്തൊക്കെ പുകിലായിരുന്നു. പൂമ്പുക്കാമണ്ണന്റെ പാട്ടിയാകും, കിടക്കവിരിക്കും, ചിത്രാവതിയുടെ അന്തപുരത്തിൽ അടിച്ചു. മകനാണ് എന്റെ മാധവിയുടെ ഒപ്പം ഇവിടെ വന്ന് കയറിയിരിക്കുന്നത്. അതായത് പൂമ്പുക്കാൽ മന്നന്റെ വെപ്പാട്ടിയായാൽ അവിടുന്ന് കൽപ്പിച്ചു തരുന്ന സമ്മാനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടണം. ഇതാകുമ്പോൾ ചിന്തമാനെ, കോവലനും മാധവിക്കും ഒരു കുറവും വരാതെ എല്ലാ കാര്യങ്ങളും നീ വേണം നോക്കുവാൻ. പിന്നെ നീ മാധവിയുടെ കളിക്കൂട്ടുകാരിയും ഉറ്റ തൊഴിയുമാണല്ലോ. അതിനെന്തമ്മ, എന്റെ മാധവിക്കും അവളുടെ കണവനും ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. അതിയമ്മയുടെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു. തള്ളയാള് കൊള്ളാമല്ലോ. ഈ ദേവദാസി തെരുവിന്റെ മൊത്തം കൊടുക്കൽ വാങ്ങൽ ഈ തള്ള തന്നെയാണോ ചിത്രാവതി അമ്മേ? പരമശിവത്തിന് പോകാം. ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ മാത്രം വന്നാൽ മതിയാവും. ഓ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അല്ലേ? എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഒന്നും